ഹലോ നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ഇടുന്ന ചാനലല്ല എൻ്റെ. അപ്പം ഇന്ന് ഇതുമായിട്ട് ഞാൻ വരാൻ കാരണം എനിക്കും ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിലേക്ക് വന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ചപ്പം ഇത് സ്കാം ആണോ അല്ലയോ, ഇപ്പോൾ രണ്ട് സൈഡും പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊരു കമ്പനിയൊക്കെ നല്ല കമ്പനിയാണെന്നാണ് ഞാൻ കണ്ടിടത്തോളം, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെടുത്തോളം ഇങ്ങനൊരു കമ്പനി ഉണ്ടെന്നുള്ളതും ഒക്കെ സത്യമാണ്. അത് കമ്പനി ഇങ്ങനെ ഇപ്പം ഒരു 170 രാജ്യങ്ങളിലോളം റണ്ണായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിൻ്റെ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി എത്രമാത്രം സത്യമാണെന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഒരു സ്കാം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഓൺലൈനാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പം പെട്ടെന്ന് ഒരുപാട് ഇങ്ങനത്തെ സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇത് ഒരു ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും ഒന്നുകിൽ വാട്സപ്പായിട്ടോ ഇൻസ്റ്റാഗ്രാം എന്തിലേലും ആയിരിക്കും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ആരായാലും, പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഹൗസ് വൈഫുകളായിട്ടുള്ളവർ അല്ലെങ്കിൽ പഠിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവും, ഓക്കെ ഒന്ന് നോക്കാമെന്ന്. പിന്നെ ഇവർ നമുക്ക് തരുന്ന കുറേ വെബിനാർസ് ഉണ്ടാവും. അതിലെല്ലാം ഇവർ പറയുന്ന കുറേ അച്ചീവ്മെൻറ്റ്സ് അവർ ഇങ്ങനെ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാരണം എന്തൊക്കെയാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ലൈഫിലുണ്ടായ ചേഞ്ചസ്, എത്ര പ്രോഗ്രസ് ഉണ്ടായി എന്ന് വെച്ചിട്ട് ഓരോരുത്തർ സ്റ്റോറികൾ ഇങ്ങനെ നമ്മളെ കാണിക്കും. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിലൊന്നും ഞാൻ പെട്ടെന്നൊന്നും വീഴുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്കത് കണ്ടു പോവുകയാണ്, ഞാൻ മനസ്സിലാക്കി പോവുകയാണ് ചെയ്തത്. ഞാൻ വെബിനാർസൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയോടെയാണ് ഞാൻ അതിൻ്റെ വെബിനാറുകൾ അറ്റൻഡ് ചെയ്തത്. അതിന് നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് എപ്പോഴും ഏത് കാര്യത്തെക്കുറിച്ചും നല്ലതാണ്. പിന്നെയാണ് നമ്മളത് നേരാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാണ്ട് നമ്മൾ എടുത്തു ചാടിപ്പോയി കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പെട്ടുപോകുക. അപ്പോൾ അങ്ങനെ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പം ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കാരണം ഇത് നമ്മൾ കുറേ പ്രോഡക്ട്സ് മേടിക്കണം, ആദ്യമൊന്നും അവരത് പറയൂല. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യണമെങ്കിൽ ഒരു 10-30,000 രൂപയുടെ പ്രോഡക്ട്സ് നമ്മൾ മേടിക്കണം, അതിൽ നിന്ന് നമ്മൾ അത് സെല്ല് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് കുറേ തെറി വിളിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഇതിലൊന്നും പറയാൻ ആളല്ല, പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. കമ്പനിയുടെ കുറേ സർട്ടിഫിക്കേഷനും കുറേ കാര്യങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട്. അത്രമാത്രം ജെനുവിനാണ്, ഓർഗാനിക്കാണ്, ഒരു കെമിക്കലും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ പ്രോഡക്ട്സ് കാണിക്കുന്നത്. പിന്നെ കുറേ സൈറ്റുകളിൽ നോക്കുമ്പോൾ ഇവർ പ്രോഡക്ട്സിന് നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നല്ല പ്രൈസുള്ള പ്രോഡക്ട്സുകളാണ്. പിന്നെ ഇത് നമ്മളൊരു ബിസിനസ്സായിട്ട് വരുമ്പോൾ നമുക്കിത് എത്രമാത്രം ഇത് ചെയ്യാൻ പറ്റുമെന്നും ഇതിൽ എത്രമാത്രം ഏൺ ചെയ്യാൻ പറ്റുമെന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ നമ്മൾ പോയി പെടുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. പോയി പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ മുടക്കി കഴിഞ്ഞിട്ട് അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ കയ്യിൽ ഓരോ പൈസയ്ക്കും അത്രമാത്രം വാല്യൂ ഉള്ളതാണ്. ചിലർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിപ്പോവുക. ഇതൊരു മണി ചെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ആളുകളെ കൂട്ടുക. അതുപോലെ ഏകദേശമൊക്കെ അതേ ലെവലിലാണ് എനിക്ക് മനസ്സിലായിടത്തോളം. ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇവർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ രീതിയിൽ മാത്രം അവർ പറയുന്ന രീതിയിലും അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് ആ ഒരു മണി ചെയിൻ രീതി തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അതായത് ആളെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു രീതി മാത്രം മാറ്റുള്ളൂ. അപ്പോൾ പെട്ടുപോകാണ്ട് നമുക്ക് ജെനുവിനാണെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്കില്ലിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏത് രീതിയിലും. അപ്പം ഒരു സ്കാമിലും പെടാതെ നമ്മുടെ സ്കില്ലുകളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഓരോ അധ്വാനിക്കുന്ന പൈസയും അതെന്നും നമുക്ക് വാല്യൂ ഉള്ളതായിരിക്കണം, സൂക്ഷിക്കുക.